PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന തുടക്കക്കാർക്ക് പലപ്പോഴും എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നൊന്നും അറിയില്ലായിരിക്കും അല്ലേ. എവിടുന്നോ എന്തൊക്കെയോ നമുക്ക് പഠിക്കാൻ കിട്ടുന്നു, അതെല്ലാം പഠിച്ചു തുടങ്ങുന്നു, റാങ്ക് ഫയൽ വായിക്കുന്നു, ഒരു അവിയൽ പരുവമായിരിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. വെൽ പ്ലാൻഡായിട്ട് പഠിച്ചാൽ മാത്രമേ PSC കിട്ടുള്ളൂ. കാരണം ഇത് ഒരു വലിയൊരു എക്സാമാണ്. UPSC പോലെ തന്നെ വലിയൊരു എക്സാമാണ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ളൊരു എക്സാമാണ് കേരള PSC. ഉഴപ്പി പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാതെ പഠിക്കുന്നവർക്കോ വേണ്ടിയിട്ടുള്ളതല്ല PSC. വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി പഠിക്കുന്നവർക്ക് മാത്രമേ PSC കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും പഠിക്കാവുന്ന രീതി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് കൂടി നോക്കാം. ആദ്യമേ പറഞ്ഞല്ലോ, വെൽ പ്ലാൻഡ് ആയിരിക്കണം. അങ്ങനെ ഒരു നല്ല പ്ലാനിങ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ടാവണം. ഒരു സ്റ്റഡി പ്ലാൻ ഉറപ്പായിട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. യൂട്യൂബിൽ തന്നെ പല കുട്ടികളും PSC എങ്ങനെയാണ് പഠിച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തേക്ക് പ്ലാൻ ചെയ്യുന്നവരുണ്ട്, ഒരാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്യുന്നവരുണ്ട്, ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കി കണ്ടുപിടിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു മാസത്തേക്കൊക്കെ നമ്മൾ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉഴപ്പാൻ ചാൻസ് കൂടുതലാണ്. പറ്റുമെങ്കിൽ ഓരോ ആഴ്ചയിലേക്ക് പ്ലാൻ തയ്യാറാക്കുക. ഈ ആഴ്ച ഈ 7 ദിവസം എന്തൊക്കെ പഠിക്കണം, അടുത്ത 7 ദിവസം എന്തൊക്കെ പഠിക്കണം, അങ്ങനെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ഓരോ ആഴ്ചയിലും പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഓരോ ദിവസം പഠിക്കാനുള്ളതും കൂടി തയ്യാറാക്കണം. ഇപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ പഠിക്കാൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാകും. ആ തിങ്കളാഴ്ചയിൽ ഏതൊക്കെ മണിക്കൂർ പഠിക്കണം, ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം എന്നും കൂടി പ്ലാൻ തയ്യാറാക്കുക. ഇങ്ങനെ 2 ടൈം ടേബിൾ തയ്യാറാക്കി നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഫോളോ ചെയ്തു പോവുകയും ചെയ്യുക. ഒരാഴ്ചത്തേക്ക് ഒരേ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മടുപ്പ് വരും. അപ്പോൾ 1-2 വിഷയങ്ങൾ മിക്സ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സബ്ജക്റ്റും ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ ഒരു സബ്ജക്റ്റും, ആ രീതിയിൽ ഒരാഴ്ച കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ 2 സബ്ജക്റ്റ് പെട്ടെന്ന് തീർന്നു കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം എടുക്കരുത്. നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റും നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റും എടുക്കണം. അതിൽ ടഫായിട്ടുള്ള സബ്ജക്റ്റ് രാവിലെ തൊട്ട് ഉച്ച വരെ പഠിക്കുക. അതേപോലെ സിമ്പിളായിട്ടുള്ളത് വൈകുന്നേരം പഠിക്കുക. കാരണം രാവിലെ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ നല്ലൊരു എനർജി ഉണ്ടാകും. ആ സമയത്ത് കുറച്ച് ടഫായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രെയിനിലേക്ക് കയറും. വൈകുന്നേരം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ക്ഷീണിച്ച സമയമാണ്. ആ സമയത്ത് കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബോറടിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് കുറച്ച് സിമ്പിളായിട്ടുള്ളത് എടുക്കണമെന്ന് പറയുന്നത്. ഇനി പഠിക്കാവുന്ന രീതിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പല സ്റ്റഡി ടെക്നിക്സ് ഉണ്ട് കേട്ടോ. ഫെയ്മാൻ ടെക്നിക്സ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾ കാണും. അതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം നിങ്ങളൊരു ഒരു ട്രീ വരയ്ക്കുക. അതിന് നടുക്കായിട്ട് അത് ഏത് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഏത് സംഭവമാണെന്ന് അവിടെ എഴുതി വെക്കുക. അതിന് ചുറ്റുമായിട്ട് ഓരോ